മൂന്നാമത്തേത് ഡിഫൻസിലെ സഹകരണമാണ്. അതായത് ഇനി ഇന്ത്യ കൊണ്ടുവരാൻ പോകുന്ന അന്തർവാഹിനികളിലെ രഹസ്യം. അത്യാധുനികമായ എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ അഥവാ AIP സാങ്കേതിക വിദ്യയുള്ള അന്തർവാഹിനികൾ സംയുക്തമായി വികസിപ്പിക്കാനുള്ള ചർച്ചകൾക്ക് ഇന്ത്യയും കൊറിയയും തുടക്കമിട്ട് കഴിഞ്ഞു. പാശ്ചാത്യ രാജ്യങ്ങൾ ഇന്ത്യക്ക് നൽകാൻ മടിക്കുന്ന ഈ സാങ്കേതിക വിദ്യ കൊറിയ നൽകുകയാണ്. ഇത് ഇന്ത്യൻ സബ്മറൈനുകൾക്ക് കൂടുതൽ സമയം കടലിനടിയിൽ ആഴത്തിൽ കഴിയാൻ ശേഷി നൽകും. ഈ ടെക്നോളജി വെറും ഇറക്കുമതിയല്ല, കൊറിയൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഇന്ത്യയിലെ കപ്പൽ നിർമ്മാണശാലകളിൽ വെച്ച് തന്നെ അത്യാധുനിക അന്തർവാഹിനികൾ നിർമ്മിക്കുന്നതിനുള്ള കരാറാണ്. സാധാരണ ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികൾക്ക് അവയുടെ ബാറ്ററികൾ ചാർജ് ചെയ്യുന്നതിനായി ഇടയ്ക്കിടെ കടൽപ്പരപ്പിന് മുകളിലേക്ക് വരേണ്ടി വരും. ഇതിനെ സ്നോക്കലിംഗ് എന്നാണ് പറയുന്നത്. അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജൻ വലിച്ചെടുത്ത് ഡീസൽ എഞ്ചിൻ പ്രവർത്തിപ്പിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നാൽ കടൽ നിരപ്പിലേക്ക് വരുന്നത് ശത്രുക്കളുടെ റഡാറുകളിൽ പെടാൻ കാരണമാകും. എന്നാൽ അന്തരീക്ഷത്തിലെ ഓക്സിജൻ ഇല്ലാതെ തന്നെ വൈദ്യുതി പ്രൊഡ്യൂസ് ചെയ്യാൻ AIP ടെക്നോളജി സഹായിക്കും. AIP ഉള്ള അന്തർവാഹിനികൾക്ക് 2 ആഴ്ചയോ അതിലധികമോ സമയം തുടർച്ചയായി വെള്ളത്തിനടിയിൽ തന്നെ കഴിയാൻ സാധിക്കും. ഇത് നമ്മുടെ സബ്മറൈനുകൾക്ക് സ്റ്റെൽത്ത് കേപ്പബിലിറ്റി നൽകും. ദക്ഷിണ കൊറിയൻ സാങ്കേതികവിദ്യ ഇന്ത്യയുടെ അന്തർവാഹിനികളിൽ, പ്രത്യേകിച്ച് പ്രൊജക്ട് 75 ഇന്ത്യയിൽ ഉൾപ്പെടുത്തുന്നതോടെ പാകിസ്ഥാൻ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുടെ നാവികസേനയെ നിശബ്ദമായി നേരിടാൻ ഇന്ത്യക്ക് സാധിക്കും.